വയനാട് വടക്കനാട് കർഷകനെ കൊലപ്പെടുത്തിയ കാട്ടാനയെ മയക്കുവെടി വെച്ചതായുള്ള വിവരം ഇപ്പോൾ വരുന്നുണ്ട്. സൂചനകളാണ് ആന ഉൾക്കാട്ടിലേക്ക് കയറിയെന്നാണ് ലഭ്യമാകുന്ന വിവരം. വിവരങ്ങളുമായി വീണ്ടും ചേരുകയാണ് കാളിദാസൻ ദേവദത്തം. കാളിദാസൻ, അല്പസമയം മുമ്പ് കാളിദാസൻ പറഞ്ഞത് എല്ലാ കാര്യങ്ങളും സജ്ജമാണ്, ഇപ്പോൾ ആനയെ മയക്കുവെടി വെച്ചു എന്നും ആന കാട്ടിലേക്ക് കയറിയെന്നുമുള്ള സൂചനകൾ ലഭിക്കുന്നുണ്ടോ? ക്രിസ്റ്റീന, അങ്ങനെ തന്നെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നത്. നേരത്തെ തന്നെ ദൗത്യം ആരംഭിച്ച ഒരു ഭാഗത്തു നിന്നും അവർ അങ്ങനെ ആ ദൗത്യത്തിന്റെ ഭാഗമായി RRT സംഘവും വനംവകുപ്പ് സംഘവും ഒക്കെ തന്നെ കുങ്കിയാനകളെ ഉപയോഗിച്ചുള്ള ആ ദൗത്യം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഏറ്റവും പുതിയ വിവരം അനുസരിച്ച് മയക്കുവെടി വെച്ചു എന്നുള്ള വിവരങ്ങളാണ് വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും ലഭിക്കുന്നത്. കല്ലൂർക്കുന്ന് ഭാഗത്തു നിന്നാണ് ഈ ഒരു നിമിഷം കാളിദാസൻ, ഇപ്പോൾ വയനാട്ടിൽ നിന്ന് വരുന്ന ഏറ്റവും പുതിയ വിവരമാണ്. ആ ദൗത്യത്തിന്റെ ഭാഗമായി കാട്ടാന ഇപ്പോൾ മയക്കുവെടി വെച്ചിരിക്കുന്നു എന്നുള്ളത്. ആന കാട്ടിലേക്ക് പോയി ആനയെ ട്രാക്ക് ചെയ്യാനുള്ള ശ്രമം വനം വകുപ്പ് RRT ഇപ്പോൾ തുടരുന്നു. ഇവിടെ വലിയ ഭീതി വിതച്ച് ആ കാട്ടാന ഉണ്ടായിരുന്നു. അതിനൊടുവിലാണ് ഈ ദൗത്യത്തിനായി വനം വകുപ്പ് നടപടികൾ സ്വീകരിച്ചത്. ഇന്ന് രാവിലെ ദൗത്യം ആരംഭിച്ചതേ ഉള്ളൂ. അതിനിടെ കാളിദാസൻ ദേവദത്തം ചേരുന്നുണ്ട്. കാളിദാസൻ, മയക്കുവെടി വെച്ചു എന്ന് തന്നെയാണോ വനം വകുപ്പ് അറിയിക്കുന്നത്? അങ്ങനെ തന്നെയാണ് ഉന്മേഷ്, മയക്കുവെടി വെച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെ അറിയിക്കുന്നു. കല്ലൂർക്കുന്ന് ഭാഗത്ത് നിന്നാണ് മയക്കുവെടി വെച്ചിരിക്കുന്നത്. ഇപ്പോൾ അതിനെ സംബന്ധിച്ചുള്ള കൂടുതൽ നടപടികൾ കുങ്കിയാനകൾ അടക്കമുണ്ട്. കുങ്കിയാനകളെ ഉപയോഗിച്ച് ഈ കാട്ടാനെ പിടികൂടാനുള്ള ഒരു നീക്കം തന്നെയാണ് നടത്തുന്നത്. ഇപ്പോൾ മയക്കുവെടി വെച്ചത് കൊണ്ട് തന്നെ ആനയെ സംബന്ധിച്ച് ഇപ്പോൾ ആന ഒരു വിഭ്രാന്തിയിലാണെന്നുള്ള ചില തരത്തിലൊക്കെയാണ് നമുക്ക് വിവരങ്ങൾ ലഭിക്കുന്നത്. ആന കാട്ടിലേക്ക് കയറി എന്നുള്ളതുമുണ്ട്. കുങ്കിയാനകളെ കണ്ടതിന് ശേഷം ആന കാട്ടിലേക്ക് കയറി എന്നുള്ള വിവരങ്ങൾ ലഭിക്കുന്നു. ആനയെ ട്രാക്ക് ചെയ്യാനുള്ള ശ്രമം തുടരുകയാണ്. ഏറ്റവും ഉദ്യോഗസ്ഥരായ IFS വരുണ്ടാലി IFS അടക്കമുള്ള ഉദ്യോഗസ്ഥർ ഈ ദൗത്യത്തിന്റെ ഭാഗമായിട്ട് നേരത്തെ തന്നെയുണ്ട്. ഏറെ നേരമായി അവർ ഈ ഒരു കാട്ടാനയെ ട്രാക്ക് ചെയ്യാനുള്ള ശ്രമങ്ങൾ തുടരുക തന്നെയായിരുന്നു. അതോടൊപ്പം ആ ഒരു സമയത്ത് വളരെ പെട്ടെന്നുള്ളൊരു നീക്കത്തിന്റെ ഭാഗമായി ആനയെ മയക്കുവെടി വെച്ചിരിക്കുന്നു. ഇപ്പോൾ മുട്ടിക്കൊമ്പൻ എന്ന് വിളിക്കുന്ന ആനയെ മയക്കുവെടി വെച്ചിരിക്കുകയാണ്. എന്നാൽ മയക്കുവെടി വെച്ച ആന വീണ്ടും കാട്ടിലേക്ക് കയറി എന്നുള്ള സൂചനകൾ ലഭിക്കുന്നു. കല്ലൂർക്കുന്ന് ഭാഗത്ത് വെച്ചാണ് മയക്കുവെടി വെച്ചിരിക്കുന്നത്. കുങ്കിയാനകളെ അടക്കം നിരത്തിക്കൊണ്ടുള്ള ഒരു ദൗത്യമാണ്. 5ഓളം കുങ്കിയാനകളുണ്ട്. ഈ കുങ്കിയാനകളെ കണ്ടതിന് ശേഷമാണ് ഈ ആന പെട്ടെന്ന് കാട്ടിലേക്ക് കയറിയത് എന്നുള്ളതാണ് ഇപ്പോൾ പല ഭാഗത്തു നിന്നും വളഞ്ഞ് ഈ RRT സംഘവും വനംവകുപ്പ് സംഘവും ഒക്കെ തന്നെ പല ഭാഗത്തു നിന്നും ആനയെ ലൊക്കേറ്റ് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ്, ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എത്രയും വേഗം തന്നെ ആനയെ പിടികൂടാനുള്ള ഒരു നീക്കത്തിലേക്ക് തന്നെയാണ് നിൽക്കുന്നത്. എന്തായാലും ഇന്ന് തന്നെ ഈ ഒരു ദൗത്യത്തിലേക്ക് കടന്ന വലിയ താമസമില്ലാതെ തന്നെ ഈ മുട്ടിക്കൊമ്പനെ പിടികൂടാനായി അല്ലെങ്കിൽ മയക്കുവെടി വെക്കാനായി എന്നുള്ളതാണ്. ഇപ്പോൾ ട്രാക്ക് ചെയ്ത് കഴിഞ്ഞ ഉടൻ തന്നെ കുങ്കിയാനകളെ ഉപയോഗിച്ച് ആനയെ അവിടെ നിന്നും മാറ്റി മുത്തങ്ങ ഫോറസ്റ്റ് റേഞ്ചിലേക്ക് കൊണ്ടുപോകുമെന്നുള്ള വിവരങ്ങളൊക്കെയാണ് നമുക്ക് ലഭിക്കുന്നത്. വലിയ വൈകാതെ തന്നെ ഈ ഒരു ദൗത്യം വിജയകരമായി പൂർത്തിയാക്കാനാകുമെന്നുള്ള പ്രതീക്ഷയിലാണ്. ആനയെ പിടിച്ച ശേഷം മുത്തങ്ങയിലെ ആനപ്പന്തിയിലേക്ക് മാറ്റുമെന്നുള്ളതും കൂടിയാണ്. വയനാട് വന്യജീവി സംഘത്തിലെ താത്തൂർ ടസ്കർ വൺ എന്നാണ് ഈ ആനയ്ക്ക് വനംവകുപ്പ് നൽകിയിട്ടുള്ള പേര്. കാളിദാസൻ ദേവദത്തമാണ് വയനാട്ടിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.